വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫിറ്റ്. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഈ ചാനലിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒരു 41 ഡേയ്സ് പ്രാക്ടീസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ആ പ്രാക്ടീസിൽ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൻ്റെ. കുറേ പേര് അതിൽ ജോയിൻ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ ആരൊക്കെയാണോ ലിങ്ക് കിട്ടിയിട്ട് ജോയിൻ ആവാത്തത് അല്ലെങ്കിൽ ലിങ്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ എനിക്കിന്ന് പേഴ്സണലി മെസ്സേജ് ഇടണം. ഇന്നത്തെ റീഡിങ്ങിലോട്ട് കടക്കാം. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾക്ക് പൂർവികരുടെ ബ്ലെസ്സിങ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ ആ എനർജി നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനും ആ സിറ്റുവേഷൻ അനുസരിച്ച് ഈ എനർജി നിങ്ങളെ എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. Adventure, the miser, maturity, existence, postponement, conditioning, healing. ബോട്ടം കാർഡ് സക്സസ് ആണ് വന്നിട്ടുള്ളത്. Eight of Pentacles, Three of Pentacles, Five of Pentacles. Ten of Cups, Eight of Swords. Bottom of the deck, Two of Swords ആണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ പൂർവികരുടെ ബ്ലെസ്സിങ്ങോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിൽ അവരുടെ എനർജി നിങ്ങളുടെ ലൈഫിൽ ഇൻവോൾവ് ആകുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് അഡ്വഞ്ചർ എന്ന് പറയുന്ന കാർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ പ്ലേസിൽ നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നിങ്ങളുള്ളതെങ്കിൽ, അത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയുള്ള സ്ഥലമല്ല, നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ, ഇതുവരെ നിങ്ങൾ കൈകാര്യം ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് വരുന്നത്. മീൻസ് അത് നിങ്ങളുടെ അസ്തിത്വത്തിലേക്ക് നിങ്ങളെ കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അസ്തിത്വം എന്താണോ അതിലോട്ടേക്ക്, നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക്, നിങ്ങളുടെ ഡെസ്റ്റിനി പ്ലേസിലേക്ക്, നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ബെറ്റർ വേർഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന ലൈഫിലെ ഒരു ചേഞ്ചാണ് ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ബ്ലെസ്സിങ് ഉണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ പോസ്റ്റ്പോൺമെന്റ് എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിയർ ഉണ്ടാകാം, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിക്ക് ഫിയർ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളത് നാളത്തേക്ക് ഇത് വളരെ മാറ്റി വെക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ലേസിനെസ് ഉണ്ടാവാം. നിങ്ങൾ ലേസി ആവുന്ന സമയത്ത് നിങ്ങൾ നാളത്തേക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്ന എന്താണോ ആ മാറ്റി വെക്കുന്ന കാര്യം, അതിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ഉണ്ട്. അത് മേ ബി നിങ്ങളുടെ ഹീലിംഗ് ആയിരിക്കും മാറ്റി വെക്കുന്നത്. നിങ്ങൾക്ക് കുറേ കാലമായിട്ട് ഹീൽ ചെയ്യണം എന്നുള്ളൊരു നിങ്ങളുടെ പഴയ ട്രോമാസും നിങ്ങൾക്ക് എന്തൊക്കെയോ നെഗറ്റിവിറ്റി ഉണ്ട്, ഇതൊക്കെ ഹീൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ നിങ്ങളത് നിങ്ങളുടെ മടി കാരണം നിങ്ങളത് മാറ്റി വെക്കുന്നുണ്ടാകാം. അതുപോലെ റിസ്ക് എടുക്കാൻ ഭയന്ന് മാറ്റി വെക്കുന്നുണ്ടാകാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മാറ്റി വെക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ സക്സസ് ആണ്. ഈ പോസ്റ്റ്പോൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി റെഡി ആയാൽ, വൺസ് നിങ്ങൾ ആ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് സക്സസ് വരും. അതിനുള്ള മെച്യൂരിറ്റിയാണ് നിങ്ങളിവിടെ കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് മെച്യൂരിറ്റി എന്ന് പറയുന്ന കാർഡ് വരുന്നത്. നിങ്ങൾ ഇവിടെ മൈസർ എന്ന് പറയുമ്പം പിശുക്ക് നല്ല അർത്ഥം വരുന്നത്. മൈസർ എന്ന് പറയുമ്പം നിങ്ങൾ അവിടെ ആക്ഷൻ എടുക്കാൻ അതിനെയാണ് ഇവിടെ ഒരു പിശുക്കായിട്ട് കാണിക്കുന്നത്. അതാണ് ഇവിടെ മൈസർ എന്ന് പറയുന്ന കാർഡ് വരുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഡ്രീം ഉണ്ടാവാം, എന്തെങ്കിലും ഗോൾസ് ഉണ്ടാവാം. അപ്പോൾ ആ ഗോൾസിലേക്ക് നിങ്ങൾ എടുത്തു വെക്കാൻ ഒരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു മടി അല്ലെങ്കിൽ ആ ഒരു ആ ഫിയറാണ്. മേ ബി നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കംഫർട്ട് സോണൊക്കെ ബ്രേക്കായി നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്തെന്നുള്ളൊരു ഫിയർ അവിടെ വരും.
ഇതൊക്കെ ബ്രേക്ക് ആയാൽ എൻ്റെ ലൈഫിൽ എങ്ങനെ ഇത് ഇഫക്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള മേ ബി പുതിയ ജോലിയിലേക്ക് പോകേണ്ട ഒരു ഓഫർ ആയിരിക്കും, അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലി വിട്ട് ബിസിനസ്സിലേക്ക് പോകണോ, അല്ലെങ്കിൽ വിദേശത്തുള്ളവരാണെങ്കിൽ അവിടുന്ന് കൺട്രി മാറണോ, അങ്ങനെയുള്ള പല ഡൗട്ട്സും ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ബ്ലോക്കേജ് അവിടുന്ന് മാറും. ഇപ്പം നിങ്ങളുടെ മൈൻഡ് തന്നെയാണ് അവിടെ ബ്ലോക്കായിട്ട് നിർത്തുന്നത്. കാരണം ഇവിടെ കണ്ടീഷനിങ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾ കുറേ കണ്ടീഷൻസിലാണുള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസൊക്കെ മേ ബി ഇപ്പോൾ ഉള്ള ജോലി വിട്ട് കഴിഞ്ഞാൽ ഫാമിലി വൈസ് നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ, ഫാമിലിയിലുള്ളവർ ഇതിനെ എങ്ങനെ കാണും, നിങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്തു കഴിയുമ്പോൾ അത് ചുറ്റിലുള്ളവരെ എങ്ങനെ ഇഫക്റ്റ് ചെയ്യും, ചുറ്റിലുള്ളവർ എന്നെ എങ്ങനെ കാണും എന്നുള്ള തോട്ട്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തോട്ട്സ് മാറ്റിക്കഴിഞ്ഞ് ആ ഒരു ഫിയറൊക്കെ മാറ്റിക്കഴിഞ്ഞ് നിങ്ങൾ ഇതിലൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ ബ്ലോക്കേജ് അവിടെ നിന്ന് മാറിക്കിട്ടും. മാത്രമല്ല ഇതിന് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളുടെ ഈ ആൻസിസ്റ്റേഴ്സിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഇമോഷണൽ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും. മീൻസ് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ഇമോഷണൽ സപ്പോർട്ട് വരും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ എനർജി വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്, എക്സിസ്റ്റൻസും വന്നിട്ടുണ്ട്. മീൻസ് നിങ്ങളുടെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, മീൻസ് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് കർമ്മപരമായിട്ട്. അത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലെ ചൂസൺ പേഴ്സൺ ആണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു എക്സിസ്റ്റൻസ്, നിങ്ങളുടെ ഈ ഒരു ബേർത്ത്, അതിന് വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങളുടെ ബേർത്തിന് ഒരു റീസൺ ഇതും കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ആൻസിസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട്, ഗൈഡൻസും ഉണ്ട്, നിങ്ങൾ അവരെ വഴി നടത്തുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് അതെങ്ങനെ കണക്ട് ചെയ്യുന്നെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങും അതുപോലെ ഗൈഡൻസൊക്കെ അതിലെങ്ങനെ റിലേറ്റ് ചെയ്യാം എന്നത് നോക്കാം. അപ്പോൾ ഇപ്പം നിങ്ങളിൽ നിന്ന് പലരും അകന്നു പോയിട്ടുണ്ടാവാം. അകന്നു പോകുന്നതിന് കാരണം നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള എനർജിയിൽ നിൽക്കണം. ഇപ്പം നിങ്ങളൊരു കുറേയേറെ നിങ്ങൾക്ക് ട്രോമാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ എനർജിയൊക്കെ ഒരു ഡാമേജ് ആയിട്ടാണുള്ളത്. ഡാമേജ് മീൻസ് നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള എനർജിയിലല്ല ഉള്ളത്, കാർമിക് ബോഡിയിലാണുള്ളത്, കാർമിക് എനർജിയിലാണുള്ളത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെ ബന്ധങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുണ്ട്, അത് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കാം, ആരൊക്കെ നിങ്ങളുടെ ആ ഡെസ്റ്റിനിയിലുണ്ട് അവരൊക്കെ റൈറ്റ് അലൈൻമെൻറ്റിൽ വരണം. ഈ ഒരു അലൈൻമെൻറ്റ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള അലൈൻമെൻറ്റിൽ, റൈറ്റ് ആയിട്ടുള്ള എനർജിയിലായിരിക്കണം നിൽക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനി എനർജിയിലേക്ക് കടക്കാൻ പോകുന്ന സമയം ആയതുകൊണ്ട് പലരും നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവാം. ബട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരും. പോയവരൊക്കെ നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട്, നിങ്ങൾ തുടങ്ങുന്ന കാര്യത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്ന എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിനുള്ള ഇമോഷണൽ സപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്ന് കിട്ടും എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, പാരൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളുടെ പാർട്ട്ണർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ പലരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവരാരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പുതിയ ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു എനർജി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. വൺസ് നിങ്ങൾ ഇതിന് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പം നിങ്ങൾ വിത്ത് വിതയ്ക്കേണ്ട സമയമാണ്. 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഈ ഒരു മൊമെൻറ്റിൽ, ഈ പ്രസൻറ്റിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ആക്ഷൻ എടുക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ആ കർമ്മത്തിന് ഫലം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഫലം വഴിയെ വരും എന്നുള്ളത് ഇവിടെ 100% കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിന് ശേഷം 3 ഓഫ് കപ്സും വന്നിട്ടുണ്ട്, ബോട്ടം ഓഫ് ദ ഡെക്ക് സക്സസ് കാർഡും വന്നിട്ടുണ്ട്, അതുപോലെ 10 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇമോഷണലി ഫുൾഫിൽ ആകുന്ന തരത്തിൽ തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് മടിച്ചു നിൽക്കുന്ന ആൾക്കാർ, അല്ലെ ഫിയർ കൊണ്ട് മാറി നിൽക്കുന്ന ആൾക്കാർ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം എന്ന് വെച്ചാൽ പെൻറ്റക്കിൾ എനർജിയാണ് വരുന്നത്. പെൻറ്റക്കിൾ എനർജി എന്ന് പറയുമ്പം നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റിയാണ് അകന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് കരിയർ വൈസാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കരിയർ വൈസ് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ എനർജി ഒരു സ്റ്റേബിലിറ്റിയിൽ വരും. ആ എനർജി സ്റ്റേബിലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ലൈഫിൽ ഒരു സ്റ്റേബിലിറ്റി വരൂ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി വരുക എന്നുള്ളതാണ്.
ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എപ്പോൾ നിങ്ങൾക്ക് വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ ഹാപ്പിനെസ് വരാൻ തുടങ്ങും. ഇമോഷണലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിന് ശേഷം 10 ഓഫ് കപ്സ് വന്നിട്ടുള്ളത്. അതായത് 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ പെൻറ്റക്കിൾ എനർജിയാണ്. നിങ്ങളിൽ നിന്ന് ആ ഒരു പെൻറ്റക്കിൾ എനർജി ഇപ്പോൾ വിഡ്രോ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് പോകാതെ നിങ്ങളിലേക്ക് തന്നെ പിടിച്ചു നിർത്തേണ്ടതും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജീൻ്റെ അലൈൻമെൻറ്റിലേക്ക് വരേണ്ടതും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അവിടെ നിങ്ങൾ മടിച്ചിട്ട് നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എപ്പോഴാണോ കൊണ്ടുവരുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് 10 ഓഫ് കപ്സ് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് വരുന്നുള്ളൂ. നിങ്ങളുടെ ഫാമിലി, നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ ഇല്ലെങ്കിലോ നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അത് സ്റ്റേബിളായിട്ട് നിൽക്കണമെന്നില്ല. കാരണം നിങ്ങളുടെ എനർജി സ്റ്റേബിൾ ആയാൽ മാത്രമേ റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് നിൽക്കൂ. നിങ്ങളുടെ എനർജി സ്റ്റേബിൾ ആയി എന്നുള്ളൊരു പ്രൂഫാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥ. അപ്പോൾ അത് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഇമോഷണൽ ഹാപ്പിനെസ് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല കറക്റ്റായിട്ട് വരും. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബജീവിതം നന്നായിട്ട് വരും. ഇപ്പോൾ നിങ്ങളൊരു 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയിലാണുള്ളത്. മീൻസ് എന്ത് ചെയ്യണം എന്നുള്ളത് ക്ലാരിറ്റി ഇല്ല, എന്തിലോ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. അതുമാത്രമല്ല പാസ്റ്റിൽ നിങ്ങൾക്ക് പല ലോസും സംഭവിച്ചിട്ടുണ്ടാവാം. അതുപോലെ നിങ്ങളെ ഇമോഷണലി നിങ്ങളെ ഡ്രെയിൻ ആക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് നിങ്ങളുടെ എനർജി ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. 2 ഓഫ് സോഴ്സ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുണ്ട്. അത് ഡബിൾ മൈൻഡഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ക്ലാരിറ്റി ഇല്ലായ്മ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹീലിംഗ് കുറച്ച് കാര്യങ്ങളിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഹീലിംഗ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾക്കിത് ഹീലിംഗ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന സമയം തന്നെ നിങ്ങൾക്കുള്ളിലെ പല നെഗറ്റീവ് എനർജീസും നിങ്ങൾക്കുള്ളിലെ പല ബ്ലോക്കേജസും റിലീസായിട്ട് പോകും. അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അഡ്വഞ്ചർ എന്ന് പറയുന്ന കാർഡാണ്. പുതിയ കാര്യങ്ങളിലേക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, മടിച്ച് മാറ്റി വെക്കുന്ന കാര്യങ്ങളൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം മെച്യൂരിറ്റിയാണ് ഇപ്പോൾ വേണ്ടത്. ആ മെച്യൂർഡ് ആയിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുക്കേണ്ടത്. മെച്യൂർഡ് ആയിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 100% സക്സസ് വരുന്നുണ്ട്. അത് നിങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മുഴുവനാണ് മാറാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ എന്താണോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എന്താണോ എടുക്കുന്നത്, നിങ്ങളുടെ എനർജി സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ആക്ഷനാണോ എടുക്കുന്നത് അത് നിങ്ങളുടെ മുഴുവൻ ലൈഫിനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 10 ഓഫ് കപ്സ് വന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇമോഷണൽ ഫുൾഫിൽമെൻ്റാണ്. ഫാമിലി വൈസ് നിങ്ങൾ ഓക്കെയാണ്. അതുപോലെ നിങ്ങളുടെ ഇമോഷണലി നിങ്ങളെ ഫുൾഫിൽ ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരും. നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് എന്ന് മാത്രമല്ല നിങ്ങളെ വഴി നടത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്കാണ്. കാരണം അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങളിലൂടെ അത് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എക്സിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ നിങ്ങളെ വഴി നടത്തുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ആക്ഷൻ എടുക്കുന്ന സമയത്ത് ആ ബ്ലോക്കേജ് അവർ മാറ്റിത്തരും. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ആക്ഷൻ എടുക്കുക എന്ന് മാത്രമുള്ളതാണ്. അത് എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ബ്ലോക്കേജ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് അവിടുന്ന് മാറ്റിത്തരുന്നത്. മീൻസ് നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന സമയത്ത് ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ റെഡി ആയിട്ടാണുള്ളത്. ഇപ്പം തന്നെ നിങ്ങൾക്കുണ്ടാവുന്ന സ്ട്രഗിളിംഗ് ഒക്കെ നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നത്. കാരണം നിങ്ങളുടെ കംഫർട്ട് സോൺ വിടണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലുള്ള കാര്യങ്ങൾ വരൂ. അപ്പം നിങ്ങൾക്കിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ പ്രഷർ തന്നുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു എനർജിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഇപ്പോൾ ഒരു ലോട്ടറി അടിക്കണമെന്നുണ്ടെങ്കിൽ ലോട്ടറി അടിക്കണമെങ്കിൽ അവിടെ ലോട്ടറി വാങ്ങണമല്ലോ, അതിന് നിങ്ങൾ ആക്ഷൻ എടുക്കണ്ടേ? അതുപോലാണ് നിങ്ങൾക്ക് സക്സസ് ലൈഫിൽ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആക്ഷൻ എടുക്കണം. ആ ആക്ഷൻ എടുത്ത് കഴിയുമ്പോഴാണ് ഈ ആൻസിസ്റ്റേഴ്സിനായാലും പുറത്ത് ഏതൊരു എനർജി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളുടെ മേലെ നിങ്ങളുടെ ബ്ലോക്കേജ് ഒക്കെ മാറ്റിത്തരാൻ പറ്റും.
അപ്പോൾ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഒക്കെ ഇവിടെ നല്ല രീതിക്ക് തന്നെ കാണിക്കുന്നുണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഇപ്പം അഡ്വഞ്ചർ ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഈ ആൻസിസ്റ്റേഴ്സിൻ്റെ എനർജിയാണ്. അതുകൊണ്ട് മേ ബി ഇവിടെ ആൻസിസ്റ്റേഴ്സിൻ്റെതാണ് നോക്കുന്നത്. അപ്പോൾ ആൻസിസ്റ്റേഴ്സിൻ്റെ എനർജി ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളെ സ്പിരിറ്റ് ഗൈഡും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതിവിടെ നോക്കുന്നില്ല, ആൻസിസ്റ്റേഴ്സിൻ്റെയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളെ ആൻസിസ്റ്റേഴ്സ് നല്ല രീതിക്ക് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരൊരു വെയിറ്റിംഗ് എനർജിയിലാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റീസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ട എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്താണോ, നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കണം. അതിലേക്ക് നിങ്ങളെ കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് പിന്നീടുണ്ടാവുന്ന എന്ത് ബ്ലോക്ക് ആണെങ്കിലും അവിടെ നിന്ന് അത് തനിയെ മാറും. അത് ആ ബ്ലെസ്സിങ് കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട സമയമല്ല, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ എന്താണോ അതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. റീസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.